പ്രസവിക്കാൻ പരിശീലനം നൽകാനായി ഒരു ആപ്പ് നിർമ്മിച്ച് നടപ്പിലാക്കിയിരിക്കുകയാണ് പാലക്കാട് ചിറ്റൂർ സ്വദേശിനിയായ യുവ സംരംഭക. പ്രസവകാലത്തെ പരിചരണങ്ങളും ആവശ്യമായ നിർദ്ദേശങ്ങളും ഉൾപ്പെടെ ഗർഭിണികൾക്ക് നൽകുന്നതാണ് ആപ്പ്. കാണാം ചിറ്റൂർ സ്വദേശി ആർ ശ്വേത നിർമ്മിച്ച ഷീ ബർത്ത് എന്ന മൊബൈൽ ആപ്ലിക്കേഷന്റെ വിശേഷങ്ങൾ. ഗർഭകാലം ഏതൊരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളവും ഏറെ ശ്രദ്ധ നൽകേണ്ട സമയം. സന്തോഷത്തോടൊപ്പം ആശങ്കകളും സംശയങ്ങളുമെല്ലാം ഉടലെടുക്കുന്ന നേരം. എന്നാൽ അവയൊക്കെ ദൂരീകരിക്കാൻ സഹായിക്കുന്നതാണ് ചിറ്റൂർ സ്വദേശി ആർ ശ്വേത നിർമ്മിച്ച ഷീ ബർത്ത് എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ. ഗർഭിണികൾക്ക് കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകാൻ പരിചയസമ്പന്നരായ മിഡ്വൈഫ്, ഡയറ്റീഷ്യൻ, സൈക്കോളജിസ്റ്റ്, ഫിസിയോതെറാപ്പിസ്റ്റ് തുടങ്ങിയ സേവനങ്ങളെല്ലാം ആപ്പിലുണ്ട്. കൃത്യമായ ഭക്ഷണം, വ്യായാമം, മാനസികോല്ലാസം എന്നിവയെല്ലാം വേണ്ട വിധം നിർദ്ദേശിച്ച് പ്രസവ സമയത്തെ സങ്കീർണതകൾ ഒഴിവാക്കാൻ ഷീ ബർത്തിലൂടെ സാധിക്കുമെന്നാണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ബിരുദധാരി കൂടിയായ ശ്വേത പറയുന്നത്. നമ്മൾ ആപ്പ് ആൻഡ് സർവീസ് ബേസ്ഡ് ആയിട്ടാണ്, നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബേസ്ഡ് ആപ്പാണ്. ഡോക്ടറിനും ബെനിഫിറ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അവരിന് 300 പേഷ്യൻസ് 1 hour അവരിനെ മോണിറ്റർ ചെയ്യാൻ പറ്റും. സോ എപ്പോഴും അവർ ഹോസ്പിറ്റലിൻ്റെ ഉള്ളിലുള്ള കാരണം, ലൈക്ക് ഒരു പ്രഗ്നൻറ്റ് വിമൻ ഇന്ന് വന്നാൽ നെക്സ്റ്റ് മന്താണ് അവർ വരുന്നത്. അപ്പോൾ ഈ മന്തും നെക്സ്റ്റ് മന്തിനും ഇടയിൽ ഒരുപാട് കാര്യങ്ങൾ പ്രഗ്നൻറ്റ് വിമനിൽ നടക്കുന്നുണ്ട്. ആ ഒരു കണ്ടിന്യൂസ് മോണിറ്ററിങ് സിസ്റ്റമാണ് നമ്മൾ ചെയ്യുന്നത്. അവർ വീട്ടിലോട്ട് പോയി കഴിഞ്ഞാലും എന്താണ് അവർ ചെയ്യുന്നത്, കാര്യങ്ങൾ ഇൻഡിവിജ്വലായിട്ട് കെയർ കൊടുക്കുന്നതും, പിന്നെ നമ്മുടെ ബേസിസിൽ നിന്ന് ഡയറ്റീഷ്യൻ, ഫിസിയോതെറാപ്പിസ്റ്റ്, സൈക്കോളജിസ്റ്റ്, ഒരു അക്കൗണ്ട് മാനേജർ പ്രഗ്നൻറ്റ് വിമനെ നമ്മൾ അലക്കേറ്റ് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ മെൻ്റലി ആൻഡ് ഫിസിക്കലി ലേബറിന് പ്രിപ്പയർ ചെയ്ത് വിടും. ഷീ ബർത്തിന്റെ സഹായത്തിൽ സന്തോഷകരമായ ഗർഭകാലം അനുഭവിച്ച 1600-ലധികം അമ്മമാരുണ്ട്. ഭൂരിഭാഗം പേരിലും സിസേറിയൻ ഒഴിവാക്കാനായതായി ശ്വേത പറയുന്നു. സുഖപ്രസവം എന്ന പദ്ധതിക്ക് കീഴിൽ സംസ്ഥാന സ്റ്റാർട്ടപ്പ് മിഷന്റെ നേതൃത്വത്തിൽ കഞ്ചിക്കോട് ഇൻഡസ്ട്രിയൽ ഫോറം, പാലക്കാട് മാനേജ്മെന്റ് അസോസിയേഷൻ എന്നിവരുടെ സഹകരണത്തോടെയാണ് ഷീ ബർത്ത് പ്രവർത്തിക്കുന്നത്. ജനം, പാലക്കാട്.